Dear students, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് ആണ് നോക്കുന്നത്. അതിൽ നമ്മൾ സ്പെഷ്യൽ മെൻഷൻ ചെയ്യുന്നത് കാർപ്പിൻ്റെ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണ് നമ്മൾ ബ്രീഡിംഗ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഹോർമോണോ ഒക്കെ ഇൻജക്റ്റ് ചെയ്ത് അതിനെ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇൻഡ്യൂസ് ചെയ്യുവാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ആനുവലി ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും ബ്രീഡ് ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അക്വാകൾച്ചർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂടുതൽ മീനുകളെ പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നുള്ളൊരു എയിം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ അക്വാകൾച്ചർ വലിയ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ ബ്രീഡിങ് ഇൻഡ്യൂസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ, ഇപ്പോൾ വാട്ട് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്നൊരു ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെൻ ദ ബ്രീഡിംഗ് ഈസ് നോട്ട് അലൗഡ് to occur naturally but it is induced artificially in fishes, then such a process is known as induced breeding. ഇത് നമ്മൾ സാധാരണ ഹോർമോൺസ് ഒക്കെ ഇൻജെക്ട് ചെയ്തിട്ടാണ് ചെയ്യാറ് എന്നുള്ളത് ഓർക്കുക. അപ്പം നമുക്ക് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ഫിഷസ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഫിഷസിനെ വർഷം മുഴുവനും നമുക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് എന്നുള്ളത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ ഒന്നും കൂടി പറയുന്നു. ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് ഈസ് എ ടെക്നിക് വെയർ ഓർഗാനിസം ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ പർട്ടിക്കുലർ ഹോർമോൺ ഓർ സിന്തറ്റിക് ഹോർമോൺ ഓർ ബൈ പ്രൊവൈഡിങ് സം കണ്ടീഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു ബ്രീഡ് ഇൻ ക്യാപ്റ്റീവ് കണ്ടീഷൻ. നമ്മുടെ ഹാച്ചറിയിൽ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷനോ പർട്ടിക്കുലർ ടെമ്പറേച്ചറോ ഒക്കെ അല്ലെങ്കിൽ pH ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോൺ ഇൻജെക്ട് ചെയ്തൊക്കെ നമ്മൾ ഓർഗാൻസിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് ദി സ്പേംസ് ആൻഡ് ദി എഗ്സ് ഫ്രം ദി റൈപ്പ് ഗൊണാഡ്സ്. അപ്പം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ബ്രീഡിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്? ഇതിനൊരു ഹോർമോൺ ഇൻജെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് എങ്ങനെയാണ്? നമ്മൾ ഏതെങ്കിലും ഹോർമോൺ വാങ്ങിയിട്ടാണോ ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ ഏത് രീതിയാണെന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയിൽ സാധാരണ ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ഇല്ലേ, നമ്മുടെ ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻസ് ഫിഷസിൻ്റെ തന്നെ എടുത്തിട്ട് മെച്യൂർ ആയിട്ടുള്ള ഫിഷസിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കിയിട്ട് ബോഡി വെയ്റ്റിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് നമ്മൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എക്സ്ട്രാക്റ്റ് ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണത് ബ്രീഡിങ്. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആണ് ഇൻഡ്യൂസിങ് ഏജൻ്റായിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത്. ഏതിനെയൊക്കെ ബ്രീഡ് ചെയ്യാനാണെന്നറിയാമോ? ഇന്ത്യൻ മേജർ കാർപ്പ്, അതുപോലെ ചൈനീസ് കാർപ്പിനെയൊക്കെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മെച്യൂർ ആയിട്ടുള്ള ഫിഷസിൻ്റെ ബ്രെയിൻ നമ്മൾ ഡിസക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കളക്ട് ചെയ്യുക. വളരെ ഷാർപ്പായിട്ടുള്ളൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സ്കാൽപ്പ് നമ്മൾ റിമൂവ് ചെയ്യും, അങ്ങനെ ബ്രെയിൻ എക്സ്പോസ് ചെയ്യും. ആ എൻ്റെ ബ്രെയിന് നമ്മൾ പതുക്കെ വളരെ കെയർഫുള്ളായിട്ട് പൊക്കിയെടുത്തിട്ട് ബ്രെയിനിലുള്ള ഓൾഫാക്ടറി, അതിൻ്റെ സെൻസ്, അതുപോലെ തന്നെ കാഴ്ച, ഓപ്റ്റിക് നെർവ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷിച്ച് നമ്മളതെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് ബ്രെയിൻ റിമൂവൽ ചെയ്തിട്ട് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അപ്പോൾ അവിടെ കാണാൻ പറ്റും. അതൊരു പർട്ടിക്കുലർ വളരെ തിന്നായിട്ടുള്ള, ചില ഫിഷസിന് തിക്കായിട്ടുള്ളതായിരിക്കും, മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിട്ടിരിക്കും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിനെ നമ്മൾ ഫോർസെപ്സിൻ്റെ ഹെൽപ്പോടുകൂടി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ സൂക്ഷിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ ഗ്ലാൻഡിന് ഡാമേജ് ഒന്നും വരാതെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിതിനെ അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഈഥൈൽ ആൽക്കഹോളിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കും ഫോർ ദ പ്രിസർവേഷൻ പർപ്പസ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫീമെയിൽസിൽ നിന്നും മെയിൽസിൽ നിന്നും എടുക്കാം. നമുക്ക് ഒന്നിച്ച് പ്രിസർവ് ചെയ്യാം, ഒരു കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ ഇന്ത്യൻ മേജർ കാർപ്പ്, ചൈനീസ് കാർപ്പ്, ഇതിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡും നമുക്ക് ഒരുമിച്ച് പ്രിസർവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഒരുപാട് നാൾ നിങ്ങൾ ഇതിങ്ങനെ പ്രിസർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ദിസ് ഇൻ റെഫ്രിജറേറ്റർ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ നാളത്തേക്ക് മതി, പെട്ടെന്ന് തന്നെ ഞാനിത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കീപ് ഇറ്റ് അറ്റ് ദ റൂം ടെമ്പറേച്ചർ, പുറത്ത് തന്നെ വെക്കാവുന്നതാണ് എത്തനോളിനകത്ത് ഇട്ടിട്ട്. പിന്നെ കോമൺ കാർപ്പാണ് യൂഷ്വലി ഒരു നല്ല ഡോണറായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഫാമേഴ്സ് കൂടുതലും കോമൺ കാർപ്പിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡാണ് കളക്ട് ചെയ്യാറുള്ളത്. പിന്നെ ഇമ്മച്യൂർ ഫിഷസിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് കളക്ട് ചെയ്യാറില്ല, അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. കാരണം മെച്യൂർ ആയിട്ടുള്ള ഫിഷസിനായിരിക്കുള്ളൂ ഇതുപോലുള്ള റീപ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത്.
ഇനി ബ്രൂഡ് സ്റ്റോക്ക് റിയറിങ് എന്നുള്ളൊരു സ്റ്റെപ്പാണ് അടുത്തത് വരുന്നത്. അതായത് നമ്മൾ ഏത് മീനിനെ ആണോ ഇഞ്ചെക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ മെയിൽ ആൻഡ് ഫീമെയിൽ, കാരണം അവരുടെ അടുത്ത് നിന്ന് വേണം നമുക്ക് സ്പെർമും എഗ്ഗും കിട്ടാൻ. അപ്പോൾ അങ്ങനെയുള്ള ഫിഷസിനെയാണ് നമ്മൾ ബ്രൂഡ് ഫിഷസ് എന്ന് പറയുക. അവരെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയം വരെയും നമ്മൾ അവരെ പ്രത്യേകം കെയർ കൊടുത്ത് നമ്മളതിനെ വളർത്തുന്നു എന്നുള്ള രീതിയാണ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ ബ്രീഡിംഗ് സീസൺ യൂഷ്വലി വരുന്നതിനേക്കാൾ ഒരു 4-5 മാസം മുമ്പ് തന്നെ നമ്മൾ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്പോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പേമും എഗ്ഗും കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കരുതിയിരിക്കുന്ന ഫിഷസ് ആണ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സ്പോണിങ് എന്ന് പറയും കേട്ടോ. മുട്ടയിടുന്ന പ്രോസസ്സിനെയാണ് സ്പോണിങ് എന്ന് പറയുന്നത്. അങ്ങനെ മുട്ടയിടുന്ന ഫീമെയിൽസിനെ റീപ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെയിൽസിനെയൊക്കെ നമ്മൾ സ്പോണേഴ്സ് എന്ന് പറയും. അപ്പം അവരെ നമ്മൾ സൂക്ഷിച്ച് പ്രത്യേകമായിട്ട് വളർത്തുക ബിഫോർ 4 to 5 months എഹെഡ് ഓഫ് ദ ബ്രീഡിംഗ് സീസൺ. പിന്നെ ഏജ് ഏതായിരിക്കണം? നമ്മളിങ്ങനെ എടുത്ത് മാറ്റി പ്രത്യേകം മുട്ടയിടിപ്പിക്കാനോ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാനോ വേണ്ടി വളർത്തുന്ന സ്പോണേഴ്സ് പ്രിഫറബിളി 1 വർഷം മുമ്പ്, അതായത് 1 വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം. ഏറ്റവും ആപ്റ്റായിട്ട് പറയുന്നത് 2 to 3 years ഓൾഡ് ആയിട്ടുള്ള ഫിഷസിനെ വേണം, മെച്ചുവറായിട്ട് വരുന്ന ഫിഷസിനെ വേണം നമ്മൾ അങ്ങനെ പ്രത്യേകമായിട്ട് വളർത്താൻ. ഇനി നമ്മുടെ ഇന്ത്യൻ മേജർ കാർപ്പും ചൈനീസ് കാർപ്പും ഒക്കെ 2 വയസ്സാകുമ്പം തന്നെ അവരെല്ലാം സെക്ഷലി മെച്ചുവർ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള സ്പോണേഴ്സിനെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള പോണ്ടിൽ വളർത്തുന്നു. അപ്പോൾ ആ പോണ്ടിനെ നമ്മൾ ലൈം ഇട്ട്, ഓർഗാനിക് മാനുവർ ഇട്ട്, അതുപോലെ ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇട്ടൊക്കെ നമ്മൾ ആ പോൺസിന് ന്യൂട്രിയൻ ലെവലൊക്കെ കറക്റ്റായിട്ട് നോക്കി വേണം നമ്മൾ ആ മീനുകളെ അതിനുള്ളിൽ വളർത്താനായിട്ട്. പിന്നെ ഈ മീനുകൾക്ക് നമ്മൾ സപ്ലിമെൻ്ററി ഫുഡൊക്കെ കൊടുക്കണം. അതായത് ഗ്രൗണ്ട്നട്ട് ഓയിൽ കേക്ക്, റൈസ് പോളിഷ്, 1:1 റേഷ്യോയിൽ. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ഫുഡ് എന്ന് പറയുമ്പോൾ അവരുടെ ബോഡി വെയ്റ്റിൻ്റെ 1 to 3% നമ്മൾ അവർക്ക് ഫീഡ് കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ചില മെഷർമെൻറ്റ്സും കണക്കുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവരെ വളർത്തുന്ന കുളത്തിലെങ്ങാനും ആൽഗൽ ബ്ലൂം ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻ്ററി ഫീഡിങ് നിർത്തണം. മാനുവറിങ് ഒക്കെ ഉണ്ടല്ലോ, അതുമെല്ലാം നമ്മൾ കുറച്ച് നാളത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ആ നോർമലായിട്ട് ആ വെള്ളം വരുന്നത് വരെ, ആൽഗൽ ബ്ലൂം ഒക്കെ മാറി വെള്ളം പഴയ പോലെ ആകുന്നവരെ നമ്മൾ എക്സ്ട്രാ കെയർ കുറച്ച് നാളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇൻ കേസ് ഇഫ് ആൽഗൽ ബ്ലൂം ഡെവലപ്സ് ഇൻ ദ പോണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ മേജർ കാർപ്പിനെയും ചൈനീസ് കാർപ്പിനെയും നമുക്ക് ഒന്നിച്ചിട്ടൊക്കെ വളർത്തി സൂക്ഷിച്ച് പ്രത്യേകം പോണ്ടിലൊക്കെ വളർത്തിയെടുക്കാം. പക്ഷേ കട്ലയെയും സിൽവർ കാർപ്പിനെയും കൂടെ ഒരിക്കലും നമ്മൾ ഒരു പോണ്ടിൽ ഇടാൻ പാടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മുട്ടകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഫുഡാക്കി മാറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നിച്ചിടരുത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഥവാ അങ്ങനെ ഒന്നിച്ചിട്ടാൽ അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തോണം എന്നുള്ളൊരു കണ്ടീഷൻ്റെ പുറത്ത് മാത്രമേ കട്ലയെയും സിൽവർ കാർപ്പിനെയും നമുക്ക് ഒന്നിച്ചിടാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് മെയിൽസിനെയും ഫീമെയിൽസിനെയും ഒന്നിച്ചൊരു പോണ്ടിൽ ഇടാവുന്നതാണ്. പക്ഷേ നമുക്കിപ്പം സ്ഥലമൊക്കെ ആവശ്യത്തിനുണ്ട്, പോൺസും ഒക്കെ എക്സ്ട്രാ ഉണ്ട് എങ്കിൽ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതും പ്രിഫറബിൾ ആണ് കേട്ടോ. ഇനി ഫിഷസിനെ നമ്മൾ മന്ത്ലി എക്സാമിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അവരുടെ എഗ്സ് ആൻഡ് സ്പേംസ് അതിൻ്റെ മെച്യൂരിറ്റി കറക്റ്റ് ആണോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യുക. അവരെല്ലാം ഹെൽത്തി ആണോ, ഏതെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഡിസീസസ് ഒക്കെ ഉണ്ടോ, അഥവാ എന്തെങ്കിലും ഇഷ്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് നമ്മൾ നോക്കേണ്ടതാണ്. ഇനി ബ്രീഡിംഗ് ടെക്നിക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പോണേഴ്സിനെയൊക്കെ നമ്മൾ പ്രത്യേകം പോണ്ടിലൊക്കെ ആക്കി ഭയങ്കരമായിട്ടുള്ള കെയർ ഒക്കെ കൊടുത്ത് വളർത്തി മെയിൻറ്റെയിൻ ചെയ്തു വരികയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ബ്രീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നതെന്നും കൂടി പറയാം. അതായത് മൺസൂൺ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയാം. കാരണം അവിടെ ഫ്രഷ് റെയിൻ വാട്ടറൊക്കെ പോണ്ടിൽ അക്യുമുലേറ്റ് ചെയ്യും, ടെമ്പറേച്ചർ കുറയുന്നു. ഇതെല്ലാം വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഫോർ ദ ഇൻഡ്യൂസ്ഡ് ബ്രീഡിങ്. സ്പോണേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എല്ലാം കൊണ്ടും സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരെ നമ്മൾ നെറ്റിട്ട് പുറത്തേക്ക് എടുക്കും. അവരെ വെയിറ്റ് ഒക്കെ കറക്റ്റായിട്ടൊക്കെ നോക്കുന്നു. ഇനി മെയിൽസ് ആണോ എന്ന് എങ്ങനെ അറിയും? പെക്ട്രൽ ഫിന്നിൻ്റെ റഫ്നെസ് നോക്കും. ഫീമെയിൽ ആണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള പെക്ട്രൽ ഫിൻസ് ആയിരിക്കും. ഫീമെയിൽസിനെ എങ്ങനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും? അവരുടെ അബ്ഡോമൻ കുറച്ച് ബൾജ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. ഇനി ഫുള്ളി ബൾജ്ഡ് ആയിട്ടുള്ള അബ്ഡോമൻ ആണ്, നമുക്ക് തൊടുമ്പോൾ സോഫ്റ്റ് ആണ്, പക്ഷേ അത്ര വലിയ ലൂസായിട്ടുള്ളൊരു രീതിയിലും ആയിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ വെൻറ്റ് കുറച്ച് സ്വെള്ളൻ ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. വെൻറ്റിൻ്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഫിഷ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ മുട്ടയിടുന്ന ഭാഗം, അതാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അത് ഇവിടെയാണ് വെൻറ്റ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവുക കേട്ടോ. അപ്പം ഈ വെൻറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഫീമെയിൽസിന് കുറച്ച് സ്വെള്ളൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള മീനുകളെ നമുക്ക് എടുത്തിട്ട് ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബ് നമ്മൾ ഇതിൻ്റെ വെൻറ്റിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് ഓസൈഡ്സ് കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ റൈപ്നെസ് ഒക്കെ കറക്റ്റ് ആണോ, അതായത് മെച്യൂർ ആയിട്ടുണ്ടോ എഗ്സ് എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം.
ഓക്കെ. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇവർക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കണം അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരുടെ ഗൊണാഡിൻ്റെ റൈപ്നെസ് നമ്മൾ മെഷർ ചെയ്തിട്ട് അത് നമ്മൾ അസസ് ചെയ്തിട്ട് കണ്ടീഷൻസ് ഓഫ് ദ ക്ലൈമറ്റിക് സിറ്റുവേഷൻ, ആ ക്ലൈമറ്റിക് അവസ്ഥ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചറൊക്കെ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണോ, ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എക്സ്ട്രാക്റ്റിൻ്റെ ഡോസേജ് നമ്മൾ എത്ര കൊടുക്കണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അപ്പം നമ്മൾക്ക് ഇഞ്ചക്ട് ചെയ്യാനായിട്ടുള്ള മീനുകളെല്ലാം കറക്റ്റ് കണ്ടീഷനിൽ മെച്യൂറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ഡോസ് മതിയായിരിക്കും. പക്ഷേ നമ്മൾ കളക്ട് ചെയ്ത സമയത്ത് അവർക്ക് കുറച്ചും കൂടിയൊക്കെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാനുണ്ട് എന്ന് കാണുവാണെങ്കിൽ കുറച്ചും കൂടി ഡോസ് എക്സ്ട്രാക്റ്റ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഫീമെയിൽസിന് സാധാരണ നമ്മൾ പിറ്റ്യൂട്ടറി എക്സ്ട്രാക്റ്റ് ഇഞ്ചക്ട് ചെയ്യുന്നത് 2 ഡോസസ് ആയിട്ടാണ് കൊടുക്കുക. മെയിൽസിനാണെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷനാണ് കൊടുക്കുക. ഓക്കെ. ഇനി 2 ഇഞ്ചക്ഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ ഫീമെയിൽസിന്. അത് എങ്ങനെയായിരിക്കണം? 6 ഹവേഴ്സിൻ്റെ ഗ്യാപ്പിലായിരിക്കണം. ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് 6 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തത് കൊടുക്കണം. ഇനിയിപ്പം ഫിഷ് വളരെ പ്രൈം കണ്ടീഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ലോ ഡോസ് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അത് മുട്ടയിടുമായിരിക്കും. അങ്ങനത്തെ കണ്ടീഷനാണ്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 മണിക്കൂറിന് ശേഷം വീണ്ടും ഒരു ഡോസും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഡോസേജ് കൊടുക്കുന്നതും നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാൻസിൻ്റെ ഒരു പൊട്ടൻസി അനുസരിച്ചാണ്. ചിലപ്പോൾ പ്രൈം കണ്ടീഷനിൽ നിൽക്കുന്ന ഫീമെയിൽ ആയിരിക്കും, പക്ഷേ കൊടുത്ത പിറ്റ്യൂട്ടറി ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടും ചിലപ്പോൾ ബ്രീഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 6 മണിക്കൂറിന് ശേഷം അടുത്ത ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആ ഡോസേജ് ഇത്ര കൊടുക്കണം എന്നൊക്കെ നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം എത്ര ഗ്ലാൻഡ് വേണം, നമ്മളിങ്ങനെ ആൽക്കഹോളിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഗ്ലാൻസ്, എന്തുമാത്രം ഗ്ലാൻഡ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നു. അത്രയും ഗ്ലാൻസ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് എക്സസ് ആൽക്കഹോൾ ഇവോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നു. അത് കുറച്ച് നേരം പുറത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ഇവോപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ഹോമോജിനൈസറിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു പാത്രം, ഈ മോട്ടർ ആൻഡ് പെസിൽ എന്നൊക്കെ പറഞ്ഞ പാത്രം, അതിനകത്തിട്ടിട്ട് നമ്മൾ ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കും. അപ്പം ആ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഡിസ്റ്റിൽ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ 0.3% സലൈൻ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ, അതായത് 100 ml വാട്ടർ എടുത്താൽ അതിൽ 3 ഗ്രാം നമ്മുടെ സോഡിയം ക്ലോറൈഡും എടുത്തിട്ടുള്ള സൊല്യൂഷനോ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടറോ അതിലിട്ടിട്ട് നമ്മൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ എക്സ്ട്രാക്റ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ ആവശ്യമുള്ള വോളിയത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള എക്സ്ട്രാക്റ്റിനെ നമ്മൾ ഈ ഫിഷിന് എങ്ങനെ കൊടുക്കും, അതിനൊരു മെഷർ, ഒരു കണക്കുണ്ട്. അതായത് പെർ കിലോഗ്രാം ബോഡി വെയ്റ്റിലേക്ക് നമ്മൾ 0.2 ml വരും. അപ്പോൾ എത്ര ബോഡി വെയ്റ്റ് ഉണ്ട് നമ്മുടെ ഫിഷിന് എന്നുള്ളതനുസരിച്ചിട്ട് ഇൻറ്റു 0.2 കൊടുത്താൽ നമുക്ക് എത്ര വോളിയം ഈ എക്സ്ട്രാക്റ്റ് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയും. അപ്പോൾ അത്രയും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാക്റ്റിനെ സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ സൂപ്പർനൈറ്റിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന സൊല്യൂഷൻ ഉണ്ടല്ലോ, സെൻട്രിഫ്യൂജ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും താഴെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടും. അത് നമ്മൾ എടുക്കത്തില്ല. പകരം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള മുകളിൽ വന്നിരിക്കുന്ന സൊല്യൂഷൻ മാത്രം നമ്മൾ എടുക്കും. അതാണ് സെൻട്രിഫ്യൂജ് ചെയ്ത് സൂപ്പർനൈറ്റൻ്റ് എന്ന് പറയുന്നത്. ഈ മുകളിൽ സെൻട്രിഫ്യൂഗേഷന് ശേഷം ക്ലിയർ ആയിട്ട് വന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സൂപ്പർനൈറ്റൻ്റ് എന്ന് പറയാം. ആ സൂപ്പർനൈറ്റിൻ്റെ എടുത്തിട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെ ബ്രീഡ് ചെയ്യും? ബ്രീഡ് ചെയ്യുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഫീമെയിൽ പ്ലസ് 2 മെയിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ബ്രീഡിംഗ് ഹാപ്പയിലേക്ക് ഇടും. ബ്രീഡിംഗ് ഹാപ്പയുടെ പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം. ഇതുപോലെ ഒരു നെറ്റിനെയാണ് നമ്മൾ ബ്രീഡിംഗ് ഹാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ബ്രീഡിംഗ് ഹാപ്പ? ഇങ്ങനെ എഴുതുക. ഇതൊരു റെക്റ്റാങ്കുലർ ക്ലോത്ത് കണ്ടെയ്നറാണ്, സ്റ്റിച്ച്ഡ് വിത്ത് ക്ലോസ് മെഷ്ഡ് ക്ലോത്ത്. അറിയാമല്ലോ, എൻ്റെ ഇഴയെടുപ്പം കുറച്ച് കൂടുതലായിരിക്കും. ഹാവിങ് ആൻ ഓപ്പണിംഗ് ഓൺ വൺ സൈഡ് through which breeders are introduced and taken out and can be securely tied. നമുക്ക് ഒരു ഭാഗത്ത് ഓപ്പണിംഗ് ഉള്ള ഒരു ക്ലോത്ത് ആയിട്ട് കണ്ടെയ്നറാണ് അല്ലേ, അത് നല്ല ടൈറ്റ് ആയിട്ടുള്ള മെഷ് സൈസ് ഉള്ള ഒരു ക്ലോത്ത് കണ്ടെയ്നറാണ്. അതിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് ഫിഷ് ബ്രീഡേഴ്സിനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പം കൺട്രോൾ ചെയ്യാം. ഇതിനെ നമ്മൾ പോണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് കോൾഡ് ബ്രീഡിംഗ് ഹാപ്പ. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷന് ശേഷം ഒരു ഫീമെയിലിനെയും 2 മെയിലിനെയും കൂടി, ഒരു ഫീമെയിൽ 2 മെയിലിനെയും കൂടി നമ്മൾ ബ്രീഡിംഗ് ഹാപ്പയിലേക്ക് ഇടും. ഇനി ബ്രീഡിംഗ് ഹാപ്പ നമ്മൾ ഏതെങ്കിലും പോണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത്, നമ്മുടെ പോണ്ട് അല്ലെങ്കിൽ കനാൽ, ലേക്ക്, റിസർവർ, അവിടേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് 3 തൊട്ട് 6 മണിക്കൂറിനുള്ളിൽ യൂഷ്വലി ബ്രീഡിംഗ് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദ ഫൈനൽ ഇഞ്ചക്ഷൻ ടു ദ ഫീമെയിൽസ്. നമ്മൾ 1 അല്ലെങ്കിൽ 2 ഇഞ്ചക്ഷന് ശേഷം അവർ മുട്ടയിടുന്നു, മെയിൽസ് സ്പേം റിലീസ് ചെയ്യുന്നു, അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു, ബ്രീഡിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇൻഡ്യൂസ്ഡ് ബ്രീഡിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട പോയിന്റ്. അപ്പോൾ ഒരു സെക്ഷൻ ബിയിലേക്കും അതുപോലെ സെക്ഷൻ എയിലേക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.